അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങൾ. ഓരോ നാമങ്ങളിലും വളരെ അർത്ഥവും അർത്ഥവ്യാപ്തിയുമുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ള പേരുകളെ കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണല്ലോ അസ്മാ ഉൽ ഹുസ്ന. അതിലെ ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഓരോ നാമങ്ങൾക്കും വളരെ പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഈ ദിക്ർ ഞാൻ പറയുന്ന പ്രകാരം നിർവഹിച്ചാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ കരുണയാണ്. അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം അങ്ങേയറ്റം അടുക്കേണ്ടതുണ്ട്. ആവശ്യം നമ്മുടേതാണ്. നമുക്ക് പറയാനുള്ളത് നമ്മുടെ രക്ഷിതാവിനോടാണ്. ഈ താല്പര്യത്തോടു കൂടി തന്നെ വളരെ ആത്മാർത്ഥതയോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് തീർച്ചയായും ഗുണം ലഭിക്കും, സംശയമില്ല. നമ്മുടെ മാനസിക സാന്നിധ്യമാണ് നമുക്ക് വിജയം നൽകുന്നത്. അള്ളാഹുവിനോട് അടുക്കുകയാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ യാ മുസവ്വിറു യാ അല്ലാ എന്ന ദിക്ർ, അള്ളാഹുവിൻ്റെ നാമം, പ്രസവിക്കാൻ കഴിയാത്ത ഒരു സഹോദരി 7 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുകയും, തുടർച്ചയായി എന്ന് പറയുമ്പോൾ ഒരു ദിവസം വിട്ടുപോകാൻ പാടില്ല. 6 ദിവസം നോമ്പനുഷ്ഠിച്ച് ഒരു ദിവസം നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ വന്നാൽ വീണ്ടും അത് 1 മുതൽ 7 വരെ പൂർത്തിയാക്കേണ്ടതാണ്. അതാണ് തുടർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 ദിവസം നോമ്പനുഷ്ഠിക്കുകയും സൂര്യൻ അസ്തമിച്ച ശേഷം നോമ്പ് തുറക്കുന്നതിന് മുമ്പ് 21 പ്രാവശ്യം ഈ പുണ്യനാമം ചൊല്ലിയാൽ അവൾ പ്രസവയോഗ്യയായി, പ്രസവിക്കാൻ കഴിവുറ്റവളായി ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുകയല്ല. സആദത്തുദ്ദാറൈൻ എന്ന ഗ്രന്ഥത്തിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറച്ച് വിശ്വസിക്കുകയും നമ്മുടെ മാനസികമായ കരുത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സൽസന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്ത് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സഹോദരികളിലേക്ക് ഇത് എത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.